സാധാ രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യില്ലേ. കുശുമ്പ് കുറ്റുണ്ടെന്നുകൊണ്ട് ഇൻവിറ്റേഷനൊക്കെ ചെയ്യുക, എന്തെങ്കിലും കേക്ക് കഴിക്കാൻ ക്ഷണിക്കുക, ഭക്ഷണം ഉണ്ടാക്കി പുതിയത് ക്ഷണിക്കുക, ഒക്കെ എനിക്ക് ചെയ്യാവുന്നതുള്ളൂ. എവിടെ ആയാലും ചെയ്യേണ്ട അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സാധാ രീതിയിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. നാവുകൊണ്ട് വളി വിട്ട പോലത്തെ ഒരു വാക്കുകൾ വരും. എന്നിട്ട് അവിടെ ഇവിടെയും പറയണത് എനിക്ക് തിരിയാണ് അത്ര. ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് മറവിയുള്ളവരാണേ, പെട്ടെന്ന് മറക്കുള്ളൂ ഇങ്ങനെയുള്ളവർ. എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെ പറയുന്നത് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ അവർക്കും തിരിയണം. അവർ അവിടെ ഇവിടെ സംസാരിക്കുന്നത് എനിക്കും തിരിയണം. തിരിയാത്തപ്പോൾ തിരിയണം. എന്നിട്ട് ഒളിഞ്ഞ് നോക്കുന്നതൊക്കെ തെറ്റാന്ന് അവർക്ക് അറിയാം. അതൊക്കെ അത് വേറെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ വേറെ രീതിയിലാവും. അങ്ങനെ ആവട്ടെ. അപ്പോൾ അവർക്ക് നമ്മൾ അവർ പുകഴ്ത്തി പറഞ്ഞാലും ഈ കാലത്തിലൊക്കെ അതൊക്കെ കുറ്റമായിട്ട് അവർ എടുക്കുള്ളൂ. അവർ പുകഴ്ത്തി പറയാനും പാടില്ല. അവരോട്, ഹിന്ദുക്കളോട് നമ്മുടെ ക്രിസ്ത്യൻ രീതിയിലുള്ള കുറച്ച് വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അമലോത്ഭവയായ ഭാഗ്യവതിയും ഏറ്റവും പരിശുദ്ധിയേറിയ പുകഴ്ത്തപ്പെടേണ്ടവളാണ്, അമലോത്ഭവയായ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞാലും അവർക്ക് ദേഷ്യം വരും. കുറ്റം പറയാമെന്ന് അവരുടെ വിചാരം. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഉള്ളിലത്തെ നിർജ്ജീവമായത് ഇങ്ങനെ ഒരു വിഡിത്തം ചെയ്യണതിനും ആരാധിക്കണതിനും തലയിൽ കയറ്റി വയ്ക്കണതിനും കിട്ടാനുള്ളത് പുനർജന്മല്ല എന്ന് അവർക്കറിയാം. കിട്ടാനുള്ളത് വേറെ വഴിയോരത്ത് വേസ്റ്റ് ആത്മഹത്യ ചെയ്യുമ്പോൾ തമ്മിൽ എറിഞ്ഞൂട്ടി വാങ്ങുന്നതും കുടിച്ചിട്ടൊക്കെ അടിച്ച് തമ്മിൽ കൊല്ലിക്കുന്നതൊക്കെ ഇങ്ങനെ ആയിപ്പോയാൽ ശരിക്കുള്ളത് പറഞ്ഞു തന്നിട്ടും ഇതന്നെ തുടർന്നു കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവാൻ പോണേന്ന് വഴിയേ കാണാം. എനിക്ക് എൻ്റെ രീതിയിൽ എൻ്റെ പോയിക്കോളാം. എന്നിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഇപ്പോൾ കസിൻസ് ആണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ജിബി നിമ്മി ആരെയാണെങ്കിലും അവരെന്ത് റൂമിൽ ചെയ്താൽ ഞാൻ അവരെ കുറിച്ച് ബാക്കിയുള്ള ഒരു അനിയന്മാരെ കുറിച്ച് ഞാൻ പറയാൻ പോയിട്ടില്ലേ. ഞാൻ മുതിർന്നവരെ കുറിച്ചോ അതിനേക്കാളും വയസ്സായവരെ കുറിച്ചോ അനിയന്മാരെ കുറിച്ചോ അനീത്തിമാരെ കുറിച്ചോ സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് എനിക്കില്ല, ബോഡി ലാംഗ്വേജ് ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ധൈര്യം ഇല്ലാണ്ട് ഓരോന്നും അവിടെ ഇവിടെയും ആവശ്യമില്ലാത്തതാണ്. ഏതോ വീഡിയോ സ്വപ്നം കണ്ടിട്ട് അങ്ങനെയാണ് ചെയ്യണം. അല്ലെങ്കിൽ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് പോയി 4 വർഷം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ദൂരെ 8000 കിലോമീറ്റർ ദൂരെ പോയി, ഞാൻ ആരെക്കുറിച്ച് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ധൈര്യത്തോടെ നിൽക്കാൻ പഠിക്കാതെ അവരുടെ മെറ്റീരിയലിസ്റ്റിക് ഫിയറും കൊണ്ട് നടന്നിട്ട് അത് എൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ. അതുപോലെ സ്കൂൾ എവിടെയും ഗോവയിലുണ്ടായിരുന്നു, എവിടെയാണെങ്കിലും ആരെൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ സാധാരണ സംസാരിക്കണല്ലേ. എന്ത് ഉണ്ടായാലും അവരെ കുറിച്ചോ ഞാൻ ഇല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു നടന്നിട്ടില്ലേ. അവരും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ലേ. അത് വേണമെങ്കിൽ ഞാൻ തിരിഞ്ഞ് നോക്കിക്കോ. വേറെ വല്ലൊരു വീട്ടിൽ സ്വപ്നമായിട്ട് കാര്യമുണ്ട്. ഉള്ള കാര്യം തന്നെ ഞാൻ പറയുള്ളൂ. ഉള്ള കാര്യം ഉള്ള പോലെ സംസാരിക്കാൻ അറിയില്ല. അറിയണതാണ് അറിയണ പോലെ സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞ പോലെ സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ അറിയണമെന്ന് എന്തത്ര നിർബന്ധം? സാധാ രീതിയിലല്ലേ പോണത്. സാധാ രീതിയിൽ ഞാൻ ഇന്നലെ വന്നോളെന്ന് പറഞ്ഞാൽ നമുക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തെറ്റല്ലേ. നിങ്ങൾക്ക് അതിനെ അറിയില്ല എന്ന് എത്ര മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് അതിനെ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ അറിയാത്ത പോലെയൊക്കെ പറയാം. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ, അപ്പോൾ നമുക്ക് പോവാന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് നടക്കണവർ പറഞ്ഞാൽ എന്താ കാര്യം? പുകഴ്ത്തി പറഞ്ഞാലും കാര്യമില്ല. നിങ്ങൾ നല്ല സ്ത്രീയാണ്, നല്ല അമലോത്ഭവയായ നല്ല പരിശുദ്ധ വെച്ചാൽ നിങ്ങളിൽ കളങ്കമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ല അമലോത്ഭവയായ പരിശുദ്ധിയേറിയ നല്ല പുകഴ്ത്തപ്പെടേണ്ടവളായ ഒരു തനിമയേറിയ നല്ലൊരു സ്ത്രീയാന്ന് പറഞ്ഞാലും നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണവർക്ക് ഈ കാലഘട്ടത്തിലൊക്കെ അത് കുറ്റമായിട്ട് കണക്കാക്കി കൂട്ടും. ഇവിടുന്ന് ഹിന്ദി പറഞ്ഞാൽ നിങ്ങളെന്താ ഹിന്ദി സംസാരിക്കണം, മലയാളം നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ലേ, എന്താ ഇപ്പോൾ പെട്ടെന്ന് ഭാഷ വ്യത്യാസം? എന്നാലേ ഞാൻ പറയുള്ളൂ. അതല്ല നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഹിന്ദി കുട്ടികളോട് ഹിന്ദി പറഞ്ഞിട്ട് ഹിന്ദി കുട്ടിക്ക് മലയാളി ചുണ്ണാമ്പ് ഷെയർ ചെയ്ത് ബർത്ത്ഡേ കേക്കിൽ വരെ ചുണ്ണാമ്പ് വീഴ്ത്തും, ഫ്രൈഡ് റൈസിൽ വരെ കുട്ട വീഴ്ത്തി വീണ്ടും ഛർദ്ദിക്കാൻ ഒരുങ്ങിയിട്ട് എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല പിരി ഇളകിയുണ്ട്? ഈ നിർജ്ജീവമായതിനെ ആലോചിച്ച് നിങ്ങൾ ആ തെറ്റുണ്ട്, അത് മാറ്റാൻ നിങ്ങൾക്ക് പറ്റണല്ലേ. മുസ്ലിം, ഹിന്ദു, റോമൻ കാത്തലിക് കുടിച്ചിട്ട് അകടിച്ച് നടക്കണവർ, പിൽസ് അബോർഷൻ പ്രഗ്നൻ്റായി നടക്കണവർ, അതിന് പിന്നിൽ വാലാട്ടി പട്ടികളെ പോലെ ഇപ്പോൾ എരന്ന് കുട്ടി ചാവാനായിട്ട് തിടുക്കം. നിങ്ങൾ ശരിക്കുള്ള തന്തയ്ക്ക് തള്ളക്ക് ജനിച്ചതാണോ അത് വേറെ എന്തെങ്കിലും വല്ല മിക്സ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു തരം കലർന്ന് കൂട്ടി കലർന്ന് എന്തൊക്കെയോ ഡ്രഗ് അടിച്ച് നടക്കുന്നത് തെറ്റാണെന്നറിയാം, പിന്നെയും അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ധൈര്യമായിട്ട് നിൽക്കുന്നതിൻ്റെ വ്യത്യാസം അറിയില്ല. എൻ്റെ ധൈര്യം ഇല്ലാത്ത നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കേ. സാധാ രീതിയിൽ രീതിയിലാണ് പോണത്. അതിന് വേറെ കളങ്കല്ലേ എനിക്ക്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. ഇത് ഷോർട്ട് വീഡിയോ.